ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദാബ സ്റ്റൈൽ ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. ചൂടായ കടായിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, വലിയ ജീരകം, ചെറിയ ജീരകം ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഒരു 2-3-4 മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് അറബിക് മസാല ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ഒരു എത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ ഞാനവിടെ കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരുമല്ലോ. പിന്നെ നമ്മളത് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഇതിൽ വെള്ളം കുറച്ചൊക്കെ വറ്റി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, കട്ടത്തൈര്, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദാബ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയുടെ ഇലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ എന്നും ഒരു കറി കൂട്ടി മടുത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സീ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.